എത്ര പ്രാവശ്യം നീ അവിടെ പോയിട്ടുണ്ട്, എത്ര പ്രാവശ്യം അവൻ ഇവിടെ വന്നിട്ടുണ്ട് എന്നൊക്കെ ചോദിക്കേണ്ടേ നമുക്ക്. ഹൗ മെനി ടൈംസ്, എത്ര പ്രാവശ്യം. ഹൗ മെനി ടൈംസ് ഹാവ് ഐ ടോൾഡ് യു ദിസ്, നിന്നോടിത് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഐ ഹാവ് ടോൾഡ് യു ദിസ് എന്നാൽ ഞാൻ നിന്നോട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഹൗ മെനി ടൈംസ് ഹാസ് ഷീ ഡൺ ഇറ്റ്, എത്ര പ്രാവശ്യം അവൾ അത് ചെയ്തിട്ടുണ്ട്. ഷീ ഹാസ് ഡൺ എന്നാൽ അവൾ ചെയ്തിട്ടുണ്ട്. ഹൗ മെനി ടൈംസ് എന്ന് കഴിഞ്ഞ് ഉപയോഗിച്ചിരിക്കുന്നത് ഹാസ് ഷീ എന്നാണ്. ഷീ ആയതുകൊണ്ടാണ് ഹാസ് ഉപയോഗിച്ചത്. ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഹാസ് ഉപയോഗിക്കാം. ഈ സെൻറ്റൻസ് ശ്രദ്ധിക്കൂ. ഹൗ മെനി ടൈംസ് ഹാവ് യു ഗോൺ ദർ, എത്ര പ്രാവശ്യം നിങ്ങൾ അവിടെ പോയിട്ടുണ്ട്. ഇവിടെ ഹൗ മെനി ടൈംസ് എന്നത് കഴിഞ്ഞ് ഹാവ് യു എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ, യു, വി, ദേ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലൂറൽ സബ്ജക്ട്സ് ആണെങ്കിൽ ഹാവ് ഉപയോഗിക്കാം. ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. ഹൗ മെനി ടൈംസ് ഹാവ് ഐ കോൾഡ് യു, എത്ര പ്രാവശ്യം ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ട്. ഹൗ മെനി ടൈംസ് ഹാവ് യു റെഡ് ദീസ് വേർഡ്സ്, ഈ വാക്കുകളൊക്കെ എത്ര പ്രാവശ്യം നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ഹൗ മെനി ടൈംസ് ഹാവ് ദേ സീൻ ദാറ്റ് മൂവി, അവർ എത്ര പ്രാവശ്യം ആ മൂവി കണ്ടിട്ടുണ്ട്. ഹൗ മെനി ടൈംസ് ഹാസ് ഹി കം ഹിയർ, എത്ര പ്രാവശ്യം അവൻ ഇവിടെ വന്നിട്ടുണ്ട്. ഈ സെൻറ്റൻസസിൽ ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രക്ചർ ശ്രദ്ധിച്ചോ. ഹൗ മെനി ടൈംസ് ഹാസ് ഹി ഗോൺ ദർ, എത്ര പ്രാവശ്യം അവൻ അവിടെ പോയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. ഹൗ മെനി ടൈംസ് എന്ന് കഴിഞ്ഞ് ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കാം, അത് സബ്ജക്റ്റ് അനുസരിച്ച്. പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് V3 ഫോം ഓഫ് ദ വേർബ് ആണ്. നോക്കൂ, ഗോൺ എന്നത് ഗോ എന്ന വേർബിൻ്റെ V3 ഫോമാണ്. V3 ഫോം എന്നാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ്. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞ് ഉപയോഗിക്കേണ്ടത് V3 ഫോം ഓഫ് ദ വേർബ് ആണ്. നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരുന്ന എല്ലാ സെൻറ്റൻസിലും ഉപയോഗിച്ചിരിക്കുന്ന വേർബ്സ് ടോൾഡ്, ഡൺ, കോൾഡ്, ഗോൺ, കം, റെഡ്, സീൻ എന്നൊക്കെയാണ്. ഇതെല്ലാം V3 ഫോംസ് ആണ്. അപ്പോൾ ഇത്തരം സെൻറ്റൻസസ് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യൂ.